എല്ലാവർക്കും നമസ്കാരം. ജനപ്രതിനിധികളുടെ, പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരുടെ തെറ്റായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അതിശക്തമായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഡ്രാഫ്റ്റ് ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി അത് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ പ്രസൻ്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ 2 ആൾക്കാരുടെ ഭൂരിപക്ഷം ഇരു സഭകളിലും ഉണ്ടാവുകയും ഒപ്പം ഓരോ സഭയിലുമുള്ള വ്യക്തമായ ഭൂരിപക്ഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിയമം പ്രാബല്യത്തിലാകും. അതോടുകൂടി ഈ ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരും. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ടാവുക. അവർ ഏതെങ്കിലും ഒരു ആരോപണം വന്ന് അത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് എങ്കിൽ, അതിനുമേൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അവർ അതാത് അധികാര സ്ഥാനങ്ങളിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ള കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത്? എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? ഇത് ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്? എല്ലാ ജനപ്രതിനിധികൾക്കുമുണ്ടോ അതോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണോ? അങ്ങനെ ഒരാൾ പുറത്താക്കപ്പെടുകയാണ് എങ്കിൽ അയാളുടെ സാമാജികത്വം കൂടി നഷ്ടപ്പെടുന്നുണ്ടോ? പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുമോ? അതോ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു അയോഗ്യതയാണോ സമ്മാനിക്കുന്നത്? ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നത്, അത് വരാനുള്ള കാരണക്കാർ ആരൊക്കെയാണ്, ഈ കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കറിയാം, നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെക്ഷൻ 8 പ്രകാരം കുറ്റവാളിയായി വിധിക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിക്ക് ഉടൻ തന്നെ അയോഗ്യത കൽപ്പിക്കപ്പെടും. അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമാണ്. അത് ഇൻസ്റ്റൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷനാണ്. എന്നുവെച്ചാൽ അവർ പിന്നീട് ജനപ്രതിനിധിയായി തുടരുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഒരു MLA ആണ് അങ്ങനെ അയോഗ്യരാകുന്നത് എങ്കിൽ അയാളുടെ MLA പദവി നഷ്ടമാകും. MP ആണ് എങ്കിൽ MP-യുടെ പദവിയും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ MLA ആയതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിരിക്കുന്ന ആളിനും, അതേപോലെ MP ആയിരിക്കുന്നതിൻ്റെ പേരിൽ കേന്ദ്രത്തിലെ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിരിക്കുന്ന ആളിനും ഇതേപോലെയുള്ള ഇൻസ്റ്റൻറ്റ് അയോഗ്യത പ്രാബല്യത്തിൽ വരുന്നതാണ്. ഏതെങ്കിലും ഒരാളിനെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള നിയമവും നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ള നിരവധി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും കേസുകൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഈ ഒരു ചോദ്യം സാധാരണക്കാരുടെ ഇടയിൽ, മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ, രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ, കോടതികളിൽ ജഡ്ജിമാരുടെ ഇടയിലൊക്കെ തന്നെ പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് ഈ വിഷയത്തിലെ ധാർമ്മികത? ഒരാൾ കേവലം ആരോപണം നേരിടുകയല്ല, മറിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ, അതും പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയായി ഇരിക്കുന്ന സമയത്ത് ജയിലിൽ നിന്നുകൊണ്ട് ഈ ഭരണം തുടരുന്നത് ശരിയാണോ എന്നുള്ള ഒരു ധാർമ്മിക പ്രശ്നമാണ് ഇത് മുന്നിൽ വെച്ചത്. അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ധാർമ്മികതയ്ക്കനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഇതുവരെ പറഞ്ഞു വന്നിരുന്നത്. അങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പരിഹരിക്കാനായിട്ട് എന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ചിന്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 130ാമത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെ ടെക്സ്റ്റ് ഇങ്ങനെയാണ്: എ മിനിസ്റ്റർ who for a period of 30 consecutive days during holding the office as such is arrested and detained in custody on allegation of committing an offence under any law for the time being in force, which is punishable with imprisonment for a term which may extend to 5 years or more, shall be removed from his office by the President on the advice of the Prime Minister, to be tendered by the 31st day after being taken in such custody. Provided that if the advice of the Prime Minister for the removal of such minister is not tendered to the President by the 31st day, he shall cease to be a minister with effect from the day following thereafter. അതായത് ഇത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെക്കുറിച്ചാണ്. അതായത് കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റിലാവുകയും 30 ദിവസം തുടർച്ചയായി പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്താൽ അയാൾക്കെതിരെയുള്ള ആരോപണം 5 വർഷമോ അതിനു മുകളിലോ തടവ് ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള ഒരു ആരോപണമാണ് എങ്കിൽ അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു ശുപാർശ പ്രധാനമന്ത്രി 30 ദിവസത്തിനകം രാഷ്ട്രപതിക്ക് കൈമാറണം എന്നാണ് പറയുന്നത്. അത് നടപ്പിൽ വരുന്നതോടുകൂടി അയാൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് അയോഗ്യനായി മാറുന്നു. ഇനി അഥവാ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ശുപാർശ രാഷ്ട്രപതിക്ക് കൊടുത്തില്ല എങ്കിലും 31ാം ദിവസം മുതൽ അയാൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി അയോഗ്യനായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷമോ അതിനു മുകളിലോ തടവ് ശിക്ഷ കിട്ടാൻ പാകത്തിലുള്ള ഒരു ആരോപണം നേരിടുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രി അറസ്റ്റിലായി തുടർച്ചയായി 30 ദിവസം കസ്റ്റഡിയിലിരുന്നാൽ
പ്രധാനമന്ത്രിയുടെ ശുപാർശയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനായി മാറും എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഭേദഗതി MP-മാർക്ക് മൊത്തത്തിൽ ബാധകമല്ല, മറിച്ച് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരായിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ബാധകം. ഇനി ഇതിന് സമാനമായ നിയമം സംസ്ഥാനങ്ങളിലുമുണ്ട്. സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ ഈ നിയമത്തിൻ്റെ ടെക്സ്റ്റ് ഇതേപോലെ തന്നെയാണ്. പക്ഷെ അതിലുള്ള ഒരേ ഒരു മാറ്റം, മന്ത്രി എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയിലെ മന്ത്രിയായി മാറുന്നു. ഇവിടുത്തെ പ്രധാനമന്ത്രി ശുപാർശ ചെയ്യണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശുപാർശ ചെയ്യണം എന്നായി മാറുന്നു. രാഷ്ട്രപതിക്ക് ശുപാർശ നൽകണം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഗവർണർക്ക് ശുപാർശ നൽകണം എന്നായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ, സംസ്ഥാന നിയമസഭയിലെ ഒരു മന്ത്രി പോലീസിൻ്റെ അറസ്റ്റിലാകുന്നു. അദ്ദേഹം 30 ദിവസം തുടർച്ചയായി പോലീസ് കസ്റ്റഡിയിലാകുന്നു. അദ്ദേഹത്തിന് മേലുള്ള ആരോപണം തെളിഞ്ഞാൽ അദ്ദേഹത്തിന് 5 വർഷമോ അതിനു മുകളിലോ തടവ് ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വന്നാൽ അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സംസ്ഥാന ഗവർണർക്ക് ഒരു ശുപാർശ നൽകണം. ഇനി അഥവാ അങ്ങനെ ഒരു ശുപാർശ ഈ 30 ദിവസത്തിനകം ഗവർണർക്ക് കിട്ടിയില്ല എങ്കിലും അയാൾ ഓട്ടോമാറ്റിക്കലി മന്ത്രിസ്ഥാനത്ത് നിന്ന് അയോഗ്യനായി മാറും. സംസ്ഥാനത്തുള്ള എല്ലാ MLA-മാർക്കും ഇത് ബാധകമല്ല, മറിച്ച് സംസ്ഥാനത്തെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്ക് മാത്രമാണ് ഇത് ബാധകം. ഇനി ഇതേപോലെ തന്നെ ഈ ഭേദഗതി പ്രധാനമന്ത്രിക്കും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ബാധകമാണ്. ആകെയുള്ള വ്യത്യാസം, മേൽപ്പറഞ്ഞിരുന്ന എല്ലാ കണ്ടീഷനുകളും അതേപോലെ നിലനിൽക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട് എങ്കിൽ അദ്ദേഹം 30 ദിവസത്തിനകം രാജിവെക്കണം എന്നാണ്. അങ്ങനെ രാജിവെക്കാത്ത പക്ഷം 31-ാമത്തെ ദിവസം അദ്ദേഹം ഓട്ടോമാറ്റിക്കലി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അയോഗ്യനായി മാറുന്നു. ഇതേപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കേസിലും ഈ ഭേദഗതി പ്രവർത്തിക്കുക. ഇനി ഇതിൽ പ്രത്യേകമായി പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഒക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള 30 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും ഈ മന്ത്രി പദവിയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് തിരിച്ചു വരുന്നതിന് നിയമ തടസ്സങ്ങളില്ല എന്ന് ഈ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: പ്രൊവൈഡഡ് ഓൾസോ that nothing in this clause shall prevent such prime minister or minister from being subsequently appointed as the prime minister or a minister by the president on his release from custody as per clause 1. അതായത് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായിട്ടോ മന്ത്രിമാരായിട്ടോ ഇവർക്ക് തിരിച്ചു വരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നാണ് പറയുന്നത്. ഇതേ കാര്യം തന്നെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും കാര്യത്തിലും പറയുന്നുണ്ട്. അവിടെ ആകെയുള്ള വ്യത്യാസം, പ്രൈം മിനിസ്റ്റർ ഓർ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നിടത്ത് ചീഫ് മിനിസ്റ്റർ ഓർ മിനിസ്റ്റേഴ്സ് ആണ്, ബൈ ദ പ്രസിഡന്റ് എന്ന് പറയുന്നിടത്ത് ബൈ ദ ഗവർണർ എന്നായി മാറുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്ന 5 വർഷമോ അതിലധികമോ തടവ് ശിക്ഷയ്ക്ക് പര്യാപ്തമായിട്ടുള്ള ആരോപണം നേരിടുന്ന മന്ത്രിമാരായിക്കോട്ടെ മുഖ്യമന്ത്രിമാരായിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ അവരെ അറസ്റ്റ് ചെയ്താൽ 30 ദിവസം തുടർച്ചയായിട്ട് അവർ കസ്റ്റഡിയിൽ നിന്നാൽ കോടതിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള റിലീഫും അവർക്ക് കിട്ടിയില്ല എങ്കിൽ നിശ്ചയമായും അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, ആ ഒരു പദവി അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരാൾ അയോഗ്യനാകുന്നത് ഒന്നുകിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന്, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാത്രമാണ്. MLA എന്ന നിലയിലോ MP എന്ന നിലയിലോ അവരൊരു ജനപ്രതിനിധിയായി അപ്പോഴും തുടരും എന്നുള്ളതാണ് വസ്തുത. അതായത് ഇതിലൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല, മറിച്ച് ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന നിലയിൽ മന്ത്രി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് അവരെ നീക്കം ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ MLA അല്ലെങ്കിൽ MP എന്ന സ്ഥാനത്ത് അവർ തുടരുകയും ചെയ്യും. അവിടെ ഒരു രാജിവെക്കേണ്ടുന്ന ആവശ്യമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പോ കാര്യങ്ങളോ വരുന്നില്ല. അവർക്ക് ഏതെങ്കിലും ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു തരത്തിലുള്ള അയോഗ്യതയും ഉണ്ടാകുന്നില്ല. ഈ കസ്റ്റഡിയിൽ നിന്ന് മാറിയാൽ അവർക്ക് വീണ്ടും ഈ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതുമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം ആലോചിക്കേണ്ടത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8 പറയുന്ന അയോഗ്യതയും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതിയും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നാണ്. ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത് MLA-മാർക്കും MP-മാർക്കും ബാധകമാണ് എങ്കിൽ ഈ പുതിയ ഭേദഗതിയിൽ പറയുന്നത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നതനുസരിച്ച് ഒരാളിൻ്റെ MLA അല്ലെങ്കിൽ MP സ്ഥാനം നഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഈ പുതിയ ഭേദഗതിയിൽ പറയുന്നതനുസരിച്ച് അവരുടെ MLA സ്ഥാനത്തിനോ MP സ്ഥാനത്തിനോ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നതനുസരിച്ച് ഒരാൾ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെടണം. എന്നാൽ ഈ ഭേദഗതിയിൽ പറയുന്നതനുസരിച്ച് 5 വർഷമോ അതിനു മുകളിലോ ശിക്ഷ കിട്ടാൻ പറ്റുന്ന ഒരു ചാർജ് അയാൾക്കുണ്ടായാൽ മതി. അറസ്റ്റ് ഉണ്ടാകണം, തുടർച്ചയായി 30 ദിവസം കസ്റ്റഡിയിൽ ഉണ്ടാകണം. ഇനി ജനപ്രാതിനിധ്യ നിയമത്തിലുള്ളത് ഇൻസ്റ്റന്റ് അയോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഈ ഭേദഗതിയിൽ പറയുന്നതനുസരിച്ച് ഇൻസ്റ്റന്റ് അയോഗ്യതയല്ല, 30 ദിവസം തുടർച്ചയായി അവർ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. പിന്നെ അയോഗ്യത എന്നും പറയാൻ കഴിയില്ല,
കാരണം മന്ത്രി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി സ്ഥാനം മാത്രമേ അവർക്ക് നഷ്ടമാവുകയുള്ളൂ. MLA അല്ലെങ്കിൽ MP പദവി അവർക്ക് അപ്പോഴും തുടരുകയും ചെയ്യും. ഈ കാര്യങ്ങളാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8 പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 130ാമത് ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്ന കാര്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്നാണ്. ഏതൊരു പുതിയ ബില്ലും അവതരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കുന്ന സമയത്ത് അതെന്തിനാണ് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ കരടിൽ തന്നെ പറയുന്നുണ്ടാകും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് എന്നാണ് ആ ഒരു സെക്ഷന് പറയുന്ന പേര്. ആ സെക്ഷനിൽ ഇവിടെ ശ്രീ അമിത് ഷാ ആഭ്യന്തരമന്ത്രി ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നോക്കുക. ദി ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് റെപ്രസെൻറ്റ് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ആശയും താല്പര്യങ്ങളും ഒക്കെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദേ റൈസ് എബവ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആൻഡ് ആക്ട് ഓൺലി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ. അവർ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പൊതുജനങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ഓഫ് മിനിസ്റ്റേഴ്സ് ഹോൾഡിംഗ് ദി ഓഫീസ് ഷുഡ് ബി ബിയോണ്ട് എനി റേ ഓഫ് സസ്പീഷൻ. അതായത് മന്ത്രിമാരായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അവരുടെ ഓഫീസിന് നേരെ ഉണ്ടാകുന്നത് ശരിയല്ല, അതിനെയൊക്കെ തന്നെ അവർ അതിജീവിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. എ മിനിസ്റ്റർ ഹു ഈസ് ഫേസിംഗ് അലഗേഷൻ ഓഫ് സീരിയസ് ക്രിമിനൽ ഒഫൻസസ് arrested and detained in custody may thwart or hinder the canons of constitutional morality and principles of good governance and eventually diminish the constitutional trust reposed by people in him. അതായത് ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ചാർജുകൾ ഫേസ് ചെയ്യുകയാണ് എങ്കിൽ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് എങ്കിൽ അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഗവേണൻസ് സദ്ഭരണത്തിൻ്റെ തത്വങ്ങൾ, ഈ കാര്യങ്ങളെയെല്ലാം അട്ടിമറിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിയാകും അത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രസ്റ്റ്, നമ്മുടെ ഭരണഘടനാ വിശ്വാസ്യത ഇല്ലാതെയാക്കും, ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസ്യത ഇല്ലാതെയാക്കും എന്നാണ് ശ്രീ അമിത് ഷാ പറയുന്നത്. There is, however, no provision under the Constitution for removal of a minister who is arrested and detained in custody on account of serious criminal charges. എന്നിരിക്കലും നമ്മുടെ നിലവിലുള്ള ഭരണഘടനാ തത്വങ്ങൾ അനുസരിച്ച് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് അവരെ കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊവിഷനുകളും നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ ഇല്ല എന്നാണ് പറയുന്നത്. In view of the above, there is a need to amend Articles 75, 164 and 239AA of the Constitution for providing legal framework for removal of the Prime Minister or a minister in the Union Council of Ministers and the Chief Minister or a minister in the Council of Ministers of States and the National Capital Territory of Delhi in such cases. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ, അത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാകാം, അതേപോലെ മുഖ്യമന്ത്രിയാകാം, ഇത് തന്നെ യൂണിയൻ ടെറിട്ടറികൾക്കും ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിക്കുമൊക്കെ ബാധകമാണ്. അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാം. അങ്ങനെയുള്ള ആൾക്കാരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറേയധികം കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഭരണഘടനയിലെ 75, 164, 239 AA എന്നിങ്ങനെയുള്ള അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട് എന്നാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പറയുന്നത്. ദ ബിൽ സീക്സ് ടു അച്ചീവ് ദി എബവ് ഒബ്ജക്റ്റീവ്സ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഈ നിയമം വരുന്നതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള 1-2 റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്തായിരുന്നു എന്നാലോചിച്ച് നോക്കുക. ഒന്ന്, ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ്. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിടുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നതിന് കോടതികൾ തയ്യാറായില്ല. പല കോടതികളെ സമീപിച്ചതാണ്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ഈ ഒരു കേസ് നിലനിൽക്കുന്നതാണ് എന്നാണ് ആ ഘട്ടത്തിലെല്ലാം തന്നെ കോടതികൾ പ്രാരംഭമായി സമർപ്പിക്കപ്പെട്ട രേഖകളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടത്. പക്ഷേ ആ സമയത്ത് ഒരു ഭരണഘടനാ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളിലുള്ള വിശ്വാസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കാൻ ശ്രീ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല. മറിച്ച് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഡൽഹി ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഇത് പരക്കെ വിമർശിക്കപ്പെട്ടതാണ്. എന്നാൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കാര്യമായിട്ടുള്ള അസ്വാഭാവികതകളൊന്നും തന്നെ അവർക്ക് തോന്നിയില്ല. അങ്ങനെ ജനങ്ങളുടെ മാൻഡേറ്റ് ഒരിക്കലും അവരുടെ മുഖ്യമന്ത്രി ജയിലിൽ നിന്ന് ഭരിക്കണം
എന്നല്ല എന്നിരിക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് പോലും ധൈര്യപ്പെട്ടയാളാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടി. ഇത് നമ്മുടെ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണമുണ്ട് എങ്കിൽ അത് അദ്ദേഹം നേരിടുകയാണ് വേണ്ടത്. മറിച്ച് അതിനു വേണ്ടുന്ന എനർജി ഫോക്കസ് ചെയ്യുന്നതിന് പകരം ജയിലിൽ കിടന്നുകൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഡൽഹി പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ അത് ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ ദീർഘമായിട്ടുള്ള ഒരു കസ്റ്റോഡിയൽ കാലാവധിക്ക് ശേഷം അവസാനം ശ്രീ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. പക്ഷേ ആ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായ ശ്രീ അരവിന്ദ് കെജ്രിവാളിന് മേൽ 2 പ്രധാനപ്പെട്ട കണ്ടീഷൻസാണ്, 2 റെസ്ട്രിക്ഷൻസാണ് സുപ്രീം കോടതി ചുമത്തിയത്. അതിലൊന്ന്, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കാൻ പാടില്ല എന്നതായിരുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരൊറ്റ ഫയലും കാണുകയോ അതിൽ ഒപ്പിടുകയോ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. ഒന്നാലോചിച്ച് നോക്കുക, ഒരു മുഖ്യമന്ത്രിയായി ഒരു സംസ്ഥാനം ഭരിക്കേണ്ടുന്നയാളിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനായിട്ട് പറ്റില്ല, അദ്ദേഹത്തിന് അവിടുത്തെ സെക്രട്ടേറിയറ്റിൽ പോകാനായിട്ട് പറ്റില്ല, ഫയലുകൾ കാണാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും ഫയൽ കാണുകയോ അതിൽ ഒപ്പിടുകയോ വേണമെങ്കിൽ അതിന് ലഫ്റ്റനൻറ്റ് ഗവർണറുടെ അനുമതിയും ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണോ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണോ സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത്, ആ കാര്യങ്ങൾക്ക് അനുമതി ലഭിക്കാത്ത രീതിയിൽ വളരെ കർശനമായിട്ടുള്ള കുറേയധികം മാനദണ്ഡങ്ങളാണ് സുപ്രീം കോടതി ചുമത്തിയത്. എന്ന് വെച്ചാൽ ആ സമയത്തെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടത് അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയായി തുടരാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു തിരിച്ചറിവ് വളരെ വൈകിയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത്. അങ്ങനെയാണ് അവസാനം കേജ്രിവാൾ അവിടെ നിന്ന് മാറുന്നതും ആതിഷി അവിടെ മുഖ്യമന്ത്രിയായി വരുന്നതുമെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിനെ, പീപ്പിൾസ് മാൻഡേറ്റിനെ വെല്ലുവിളിച്ചിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഭരണം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത് മറ്റൊരു കേസ് കൂടി ഉണ്ടായിരുന്നു. അത് ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയെക്കുറിച്ചുള്ളതായിരുന്നു. സംസ്ഥാനം തമിഴ്നാടാണ്, മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനാണ്, മന്ത്രിയുടെ പേര് സെന്തിൽ ബാലാജി എന്നാണ്. അദ്ദേഹം അവിടുത്തെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ പല ജോലികളും കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും മറ്റു ചില ആൾക്കാരും ചേർന്ന് ആൾക്കാരിൽ നിന്ന് ജോലിക്ക് വേണ്ടി പണം കോഴയായി വാങ്ങി എന്നുള്ളതായിരുന്നു ആരോപണം. ആ ആരോപണത്തിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുന്നു. അവസാനം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലാകുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലെങ്കിലും മന്ത്രിസ്ഥാനത്ത് നിന്ന് ശ്രീ സ്റ്റാലിൻ മാറ്റി നിർത്തേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ മാറ്റി നിർത്തിയില്ല. മറിച്ച് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അധികാര അമിത പ്രയോഗമാണ് തുടങ്ങിയ രീതിയിലൊക്കെയാണ് സ്റ്റാലിൻ അതിനെ വ്യാഖ്യാനിച്ചത്. ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി സെന്തിൽ ബാലാജിക്ക് ഏതൊക്കെ വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്, ആ വകുപ്പുകളെല്ലാം മറ്റു മന്ത്രിമാർക്ക് റീഅസൈൻ ചെയ്തു കൊടുത്തു. എന്നിട്ടും സെന്തിൽ ബാലാജിയെ ഒരു മന്ത്രിയായിട്ട് തന്നെ തുടരാൻ സ്റ്റാലിൻ അനുവദിച്ചു. വകുപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വകുപ്പുമില്ല. അങ്ങനെ ഒരു വകുപ്പുമില്ലാതെ ഏതാണ്ട് 6 മാസ കാലയളവിലാണ് സെന്തിൽ ബാലാജി ജയിലിൽ കിടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ മന്ത്രിയായിട്ട് തുടർന്നത്. ഒന്നുകൂടി ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു വകുപ്പുമില്ലാതെ ജയിലിൽ കിടന്നുകൊണ്ട് ഒരാൾ ഒരു ക്യാബിനറ്റ് പദവി ഹോൾഡ് ചെയ്യുക, മന്ത്രിസ്ഥാനത്ത് തുടരുക എന്നുള്ളത് ജനഹിതമല്ല, പീപ്പിൾസ് മാൻഡേറ്റ് ഒരിക്കലും അതല്ല. എന്നിട്ടും അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ പ്രവർത്തിച്ചത്. അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഒരു വകുപ്പുമില്ല എങ്കിലും ജയിലിൽ കിടക്കുകയാണ് എങ്കിലും മന്ത്രിയായിട്ട് തന്നെ ശ്രീ സെന്തിൽ ബാലാജി തുടരുന്നതിനെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് ആ സമയത്ത് വിമർശിച്ചത്. അദ്ദേഹം ഒരു വകുപ്പുമില്ലാതെ മന്ത്രിയായി തന്നെ തുടരുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് അന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അന്ന് കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ശ്രീ അമിത് ഷാ ഈ ഒരു ഭേദഗതിയുടെ ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സദ്ഭരണത്തിൻ്റെ തത്വങ്ങൾക്കും ഭരണനിർവഹണത്തിലെ ശുദ്ധിക്കും ഇത് നല്ലൊരു സന്ദേശമല്ല നൽകുന്നത് എന്നാണ് അന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. അവസാനം സുപ്രീം കോടതി അദ്ദേഹത്തിന് ഒരു ഡെഡ് ലൈൻ കൊടുക്കുകയും 2024 ഫെബ്രുവരി മാസം സെന്തിൽ ബാലാജി മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തു. എന്നാൽ ഏതാണ്ട് 7 മാസം കഴിയുമ്പോൾ 2024 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായിട്ട് അധികാരമേറ്റെടുത്തു. വീണ്ടും സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം തിരിച്ചെത്തി. അതേ വർഷം ഡിസംബർ 2-ാം തീയതി സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിച്ചു. ആ സമയത്ത് ഇങ്ങനെ വളരെ തിടുക്കപ്പെട്ട് അദ്ദേഹത്തിനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കയറ്റിയതിൽ കോടതി വലിയ അതിശയമാണ് പ്രകടിപ്പിച്ചത്. അതിശയം എന്നതിലുപരി ആശങ്ക എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. കാരണം കോടതി പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴുള്ളത് ഒരു അധികാര സ്ഥാനത്തിലാണ്, അതുകൊണ്ട് തന്നെ ഈ കേസിൽ സാക്ഷികളായിട്ടുള്ള ആൾക്കാർ സമ്മർദ്ദത്തിൽ അടിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പദവി മൂലം. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അവിടെ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷിച്ചത് സുപ്രീം കോടതിയാണ്.
പിന്നീട് വീണ്ടും ഒരു നാടകമുണ്ടായി. ഈ വർഷം ഏപ്രിൽ മാസം സെന്തിൽ ബാലാജി വീണ്ടും രാജിവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ജനഹിതം എന്താണോ അതിനെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് ഒരാൾ മന്ത്രിയായി തന്നെ തുടരുകയും അങ്ങനെ ജയിലിൽ നിന്ന് മന്ത്രിയായിട്ട് തുടരുകയും വകുപ്പുകളില്ലാതെ മന്ത്രിയായി തുടരുകയും പിന്നീട് ജാമ്യം കിട്ടുമ്പോൾ മന്ത്രിസഭയിലേക്ക് വീണ്ടും വരികയും പിന്നെയും കോടതിയുടെ പരാമർശങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സർക്കസാണ് തമിഴ്നാട്ടിൽ നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലളിതമായി പറഞ്ഞാൽ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ കേന്ദ്രത്തിലായിക്കോട്ടെ ഒരു മന്ത്രിസഭ കൊണ്ടുപോകുന്നതിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ജനാധിപത്യത്തിനെയും സദ്ഭരണത്തിനെയും ബഹുമാനിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യത രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കന്മാർക്കുമുണ്ട്. എന്നാൽ അതിനെയെല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് പോകുന്നതാണ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടത്. അതുകൊണ്ട് അതിനൊരു അറുതി വരുത്തുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു നിയമം എസെൻഷ്യലാണ്, അനിവാര്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലുള്ള ആൾക്കാരെ പെട്ടെന്നങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഏജൻസി തയ്യാറാകുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഇനി ഈ നിയമത്തിൽ ഇങ്ങനെ സംസ്ഥാനത്തുള്ള മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും മാത്രമാണ് ഈ ഒരു ഭേദഗതിയുടെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. പ്രധാനമന്ത്രിയും കേന്ദ്ര ക്യാബിനറ്റിലുള്ള ആൾക്കാരെയും ഇതിൽ എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ഒഴിവാക്കിയിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതിപക്ഷം എന്തായിരിക്കും പറയുക? നോക്കൂ, കേന്ദ്ര സർക്കാർ അവരുടെ അമിതാധികാര പ്രവണത ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിസഭയെയും മുഖ്യമന്ത്രിമാരെയും റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ നടത്തുന്നത്. അവർ സ്വയം ഒരു ഇമ്മ്യൂണിറ്റി തീർത്തുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിലുള്ള അംഗങ്ങളെയും പ്രധാനമന്ത്രിയെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നവർ പറയുമായിരുന്നു. അങ്ങനെ ഒരു ആരോപണത്തിനുള്ള അടിസ്ഥാനം പോലും ഇല്ലാത്ത രീതിയിൽ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെ തന്നെയും ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ കോൺഗ്രസും CPM-ഉം അടക്കമുള്ള പല പ്രതിപക്ഷ പാർട്ടികളും ഇത് വളരെ ഡ്രാക്കോണിയനായിട്ടുള്ള ഒരു ഭേദഗതിയാണ്, ഇതൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ പരക്കെ വ്യാപകമായി കണ്ണിൽ കണ്ട ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലീഫ് കോടതികൾ പോലും കൊടുത്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടല്ല. പ്രഥമദൃഷ്ട്യാ പ്രശ്നമുണ്ട് എന്ന് പല കേസുകളിലും കോടതികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് അന്വേഷണത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള കസ്റ്റോഡിയൽ സമയം കഴിഞ്ഞു എന്ന് ബോധ്യമാകുന്ന സമയത്താണ് ആൾക്കാർക്കൊക്കെ കോടതികൾ ജാമ്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിനെ ദുരുപയോഗിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യം നടപ്പാക്കാനായിട്ടുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും തന്നെ മുഖവിലയ്ക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. ഇനി മറ്റൊന്ന്, ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ള കസ്റ്റഡിയിലുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ അതേ സ്ഥാനത്ത് തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിനും ജയിലിലാണെങ്കിൽ വകുപ്പുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയും ചില കേസുകളിൽ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരിക്കട്ടെ എന്നും ഈ മറ്റു പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നതും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയേണ്ടി വരും. അതല്ലായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിനോടുള്ള മാന്യത കാരണം സദ്ഭരണത്തിൻ്റെ തത്വങ്ങളെ മാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ താൽക്കാലികമായിട്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളും ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് ഇവരിൽ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രസക്തമാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, പൊതുജനം, വോട്ടർമാർ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മളെ ഭരിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കുറ്റാരോപിതരാകരുത് എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ 5 വർഷമോ അതിനു മുകളിലോ ശിക്ഷ കിട്ടാൻ പര്യാപ്തമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആൾക്കാർ MLA പദവിയോ MP പദവിയോ നഷ്ടപ്പെടേണ്ടതില്ല, പക്ഷേ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല എന്നും അവർ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയായിട്ട് തുടരാൻ പാടില്ല എന്നും ഈ നിയമത്തിൽ പറയുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ സാധാരണ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ഒരു കോടതിയുടെ പ്രസ്താവന പല വിധികളിലുമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് പലപ്പോഴും അധികാര സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ചിട്ടുള്ള പരാമർശമായിട്ടായിരിക്കും വരിക. എന്നുവെച്ചാൽ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് നേരിട്ട് ഒരു മന്ത്രിയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കോടതികൾക്കില്ല എങ്കിലും അവർ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പലപ്പോഴും വിധികളിൽ ഉൾപ്പെടുത്താനായിട്ട് കോടതികൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിൽ അവർ നേരിടുന്ന ആരോപണത്തിൻ്റെ മെറിറ്റ് എന്തായാലും ഇങ്ങനെയുള്ള ഒരു പരാമർശം കോടതികളിൽ നിന്നുണ്ടായാൽ അതിനെ ഒരു കീഴ്വഴക്കമായി കരുതിക്കൊണ്ട് ഈ മന്ത്രിമാരൊക്കെ തന്നെ രാജിവെക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ധാർമ്മികത അതാണ് എന്നും പറയപ്പെടാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, രാജൻ കേസിൽ ശ്രീ K. കരുണാകരനെതിരെ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നേരിട്ടില്ല എങ്കിൽ പോലും ധാർമ്മികത മുൻനിർത്തി അദ്ദേഹം രാജിവെച്ചതാണ്. അതേപോലെ തന്നെ ശ്രീ KM മാണിയുടെ രാജി ഉണ്ടായിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പരാമർശമുണ്ടാകുന്നു, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയപ്പെടുന്നു, ഉടൻ തന്നെ അത് രാജിയിൽ കലാശിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ജനാധിപത്യത്തിനെക്കുറിച്ച്, ഭരണനിർവഹണത്തിനെക്കുറിച്ച് നമ്മുടെ സങ്കല്പത്തിൽ ഒരാളിൻ്റെ മേലുള്ള കുറ്റം തെളിയിക്കപ്പെടണം എന്നില്ല, മറിച്ച് അതിന് ബോധ്യമുണ്ടായാൽ മതി എന്നുള്ളതാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുക. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മന്ത്രി പദവിയിൽ നിന്ന് അവർ മാറി നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. MLA സ്ഥാനം അവിടെ നഷ്ടപ്പെടണമെന്നോ MP സ്ഥാനം നഷ്ടപ്പെടണമെന്നോ നമ്മൾ പറയാറില്ല. മറിച്ച് അധികാര സ്ഥാനം അഥവാ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയിൽ അവർ പിന്നീട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പൊതുബോധം. ഇനി കുറച്ച് വർഷം മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 2013 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇൻസ്റ്റന്റ് അയോഗ്യത വരുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അന്ന് പുതിയൊരു ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ആണ് അന്ന് ആ ഓർഡിനൻസിൽ അനുവദിക്കുന്നത് തങ്ങൾക്കെതിരെ ഇങ്ങനെ അയോഗ്യരാക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറ്റം തെളിയുന്ന രീതിയിൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു 3 മാസത്തെ കാലയളവ് ഈ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് തെറ്റാണ് എന്നും അഴിമതിയാണ് എന്നും അത് ജനപ്രതിനിധികളെ അനാവശ്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നും ജനഹിതം അതല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന മൻമോഹൻ സിംഗിൻ്റെ ഈ ഓർഡിനൻസ് പിച്ച് കീറിക്കളഞ്ഞത്, പരസ്യമായിട്ടത് ചെയ്തത് ഇന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നത് മറന്നുകൂടാ. എന്നുവെച്ചാൽ നമ്മൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ധാർമ്മികത നമുക്കുണ്ടാവുകയും എന്നാൽ മറ്റൊരാളാണ് ഭരണത്തിൽ ഇരിക്കുന്നത് എങ്കിൽ ആ ധാർമ്മികത നമ്മൾ പൂട്ടിക്കെട്ടി പെട്ടിയിൽ വെക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരോടും പാർട്ടികളോടും പറയാനുണ്ട്. ഇനി മറ്റൊരു ആരോപണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കേന്ദ്രത്തിൻ്റെ അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ എല്ലാം പൂട്ടുന്നതിന് വേണ്ടി ഈ ഒരു നിയമത്തിനെ അല്ലെങ്കിൽ ഈ ഭേദഗതിയെ തെറ്റായിട്ട് ഉപയോഗിക്കും എന്നാണ്. ഈ ഒരു നിയമം ദുരുപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഭേദഗതി ഒരുപക്ഷെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും വിശ്വാസമാകുന്ന രീതിയിൽ ഈ ഒരു നിയമത്തിനെ ദുരുപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ വേണമെങ്കിൽ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതിലൊന്നുകിൽ ഈ ഏജൻസികളെല്ലാം തന്നെ ഒരു മന്ത്രിസ്ഥാനത്തുള്ള ആളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാലിച്ചിരിക്കേണ്ടതായിട്ടുള്ള ചില പ്രോട്ടോക്കോളുകൾ എന്തൊക്കെയാണ് എന്ന് ഡിഫൈൻ ചെയ്യാം. എന്തൊക്കെയാണ് അതിന് സ്വീകരിക്കേണ്ടുന്ന സ്റ്റെപ്പുകൾ, അതിനെന്തെങ്കിലും തരത്തിലുള്ള അപ്രൂവൽ ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അതിനുള്ള സമയപരിധി എങ്ങനെയാണ്, അതിന് മുന്നോടിയായി എന്തെങ്കിലും തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നൽകേണ്ടതുണ്ടോ, ഇതെല്ലാം തന്നെ ഡോക്യുമെൻറ്റഡ് ആക്കി ഒരു പ്രോട്ടോക്കോളായിട്ട് വേണമെങ്കിൽ ഇറക്കാവുന്നതാണ്. അതാകുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ നിശ്ചയമായും ചാലഞ്ച് ചെയ്യാനും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിക്കുന്നതിനും ഈ പാർട്ടികൾക്കെല്ലാം തന്നെ സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അതേപോലെ തന്നെ ഈ അന്വേഷണ ഏജൻസികൾ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവർക്ക് പ്രാഥമികമായിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനുള്ള എന്ത് തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായാലും അത് നല്ലതാണ്. സുതാര്യത കൂടുതലായിട്ടത് ഉറപ്പിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിലൊരു ഉത്തരവാദിത്വം കൂടുതലായിട്ട് ഉണ്ടാവുക മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആർബിട്രറി ആണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരാളിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയോ അതല്ലെങ്കിൽ നോർമൽ ജാമ്യാപേക്ഷയോ ഒക്കെ തന്നെ പരിഗണിക്കപ്പെടുന്ന സമയത്ത് കോടതികൾക്ക് വേണമെങ്കിൽ അതിനെ കൂടെ കൺസിഡർ ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും. അങ്ങനെയുള്ള ചില ചെക്സ് ആൻഡ് ബാലൻസസ് ഈ ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അത് സുതാര്യത കൂടുതലായിട്ട് വ്യക്തമാക്കും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ആത്യന്തികമായി പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ അപര്യാപ്തത ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിയായി തുടർന്നതും യാതൊരു വിധത്തിലുള്ള വകുപ്പുമില്ലാതെ സെന്തിൽ ബാലാജി തമിഴ്നാട്ടിലെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി തുടർന്നതും ആ സമയത്ത് ജയിലിൽ കിടന്നതും പിന്നീട് പല പ്രാവശ്യം തിരികെ വരികയും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാവുകയും വീണ്ടും രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള നാടകം അല്ലെങ്കിൽ സർക്കസ് ഇവിടെ നടന്നതും അതുകൊണ്ടാണ്. അങ്ങനെയുള്ള എല്ലാ തെറ്റായിട്ടുള്ള പ്രവണതകളെയും ഒഴിവാക്കിക്കൊണ്ട് ജനാധിപത്യത്തിനെ അതിൻ്റെ അന്തസ്സത്ത നിലനിർത്തിക്കൊണ്ട് സദ്ഭരണത്തിനെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തപരമായി പെരുമാറാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, നേതാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു നല്ല മാറ്റമാകട്ടെ ഈ ഒരു പുതിയ നിയമം എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.